ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടാ. ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നത്? തമ്പൂര് പറയല്ലേ? തമ്പൂര് പറയാ. അടുക്കടുക്ക് പറയല്ല. കെട്ടൂരില്ല. കെട്ടൂരിൽ ആരെ കാണാനാ പോകുന്നത്? ശരിയാ. തമ്പൂര് പറഞ്ഞ പോലെ തന്നെ നമ്മള് കൊട്ടൂരൊക്കെ പോകുന്ന കേട്ടോ. അങ്ങനെ കൊട്ടൂര് പിന്നെ മഹാദേവനും പിന്നെ പാർവതി ഉണ്ടല്ലേ, സതീദേവിയാണ് പിന്നെ പാർവതി. പിന്നെ ഭയങ്കര എന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. മഴയില്ലെങ്കിലും ഇന്ന് നല്ല മഴയായിരിക്കുന്ന കാലാവസ്ഥ റിപ്പോർട്ടെല്ലാം വന്നിട്ടുള്ളൂ ഇന്നും നാളെ. നമുക്ക് നോക്കാം, പറ്റുന്ന കാഴ്ചകളെല്ലാം കാണാം. നമുക്കെന്താ പറയാനല്ലേ? കൊട്ടിയൂരിനെ പറ്റി കൊട്ടിയൂരിനെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് ഒന്നും അറിയില്ല. നിങ്ങൾ എത്ര കൊല്ലായി പോകുന്നു കൊട്ടിയൂര്? എന്നിട്ടൊന്നും അറിയില്ല. അവിടെ പോയാല് നമ്മക്ക് ഒരു കാര്യം അറിയാം, അവിടെ പോയാൽ വരുമ്പോ ഓടപ്പം മേടിക്കണം അറിയാം അല്ലേ? ശിവന്റെ മുടിയാന്ന്. എന്നാ അതിനെപ്പറ്റി പറ. അതന്നെ ശിവന്റെ മുടിയാന്ന്. അതുകൊണ്ട് അത് വാങ്ങുക, വീട്ടിൽ കൊണ്ടുവന്നിട്ട് കെട്ടുക. അതന്നെ. ഇതാ നമ്മള് കഴിഞ്ഞ കൊല്ലത്ത് കെട്ടിയിട്ടുണ്ട്, കാണുന്നില്ല. അതാ കഴിഞ്ഞ കൊല്ലത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടാ. അത് ഇക്കാലത്തെ കൊണ്ടുവന്നിട്ടാകുമ്പോ അത് കഴിച്ചിട്ട് പിന്നെ പുതിയത് കെട്ടു. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാ, കാഴ്ചകൾ കണ്ടു പോവാ. ഓക്കെ, നമ്മള് എവിടെയെത്തിയോ? എരമങ്കോട് അല്ലേ? എരമങ്കോട് എത്തി. കുഞ്ഞുമാവക്ക് ഉറക്കണ്ട? കുഞ്ഞുമാവേ തേജ് എന്തല്ലോ ചളി വാരി എറിയുന്നുണ്ട്. വണ്ടീന്റെ ഉള്ളിൽ ചളിയാക്കും. ഒരാള് കൂടി ഉണ്ട് കേട്ടാ, വല്യേച്ചിതാ. നമ്മൾ ധനേശിന്റെ അമ്മയാണ് വല്യേച്ചി. രസം ചങ്ങായിമാരെ നോക്കിയാ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ കൊട്ടിയൂരേക്ക് യാത്ര പോവുകയാണ് ചങ്ങായിമാരെ. കണ്ടാ കാഴ്ചകൾ കണ്ടാ? അതിമനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് കൊട്ടിയൂരേക്ക് പോവുകയാണ് നമ്മൾ. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവന്റെ അടുത്തേക്ക്. ചങ്ങായിമാരെ നല്ല ബ്ലോക്കാട്ടോ ചങ്ങായിമാരെ. കേളകം ടൗണിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. ആ ഭംഗിയാണ്ടാ, എന്നാ സ്റ്റൈല് കാണാല്ലേ ബ്രോ. മേഘവും പള്ളിയും ക്രിസ്ത്യൻ പള്ളി ഒരുപാടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. കൊറേ കടന്ന് വന്ന് നമ്മള് കഴിഞ്ഞിട്ട്. എന്നാ ഭംഗിയല്ലേ ബ്രോ. ചങ്ങായിമാരതാ പോലീസുകാർ മൊത്തം നിയന്ത്രിക്കുന്നു കേട്ടോ. തിരക്കായോണ്ട് നല്ല തിരക്കായിന്ന്. ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാ. ആ മേഘവും ഇതും കാണാൻ നല്ല രസമുണ്ടല്ലോ ബ്രോ. അടിപൊളി. എടുത്തു മല താണു പോയല്ലപ്പ, നമ്മളെ താണു പോയി. മല മേലെ തന്നെയുണ്ട്. കണ്ട രസം, കണ്ട രസം. അടാ മോനെ, മലയിന്ന് വെള്ളം പെയ്യുന്നുണ്ട്. വെള്ളം പെയ്യുന്നുണ്ട്. അങ്ങണ്ട മലയിന്ന് വെള്ളം പെയ്യുന്നുണ്ട്. ചങ്ങായിമാരെ ഇതാ അടുത്തതായി തമ്പുരു മോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുന്നതായിരിക്കും. പാടപ്പാ. ഏത് പാട്ട് പാടുന്നത്? നമുക്ക് രണ്ടാക്കും കൂടെ പാടാം. ഈ മറ്റേ വേറെ തോന്നുന്നുണ്ടല്ലോ ഇന്റെ പാടുന്നത്. ഇല്ലുമിനാട്ടി തന്നെയാ? എന്നാ അത് പാട്. ഏട്ടനും പാടും പോലും. ഏട്ടൻ ആ വേക്കലുണ്ട്. ആ എന്നാ ഏട്ടൻ തുടക്കോട്. ബ്ലോക്കിന് നമ്മള് നടക്കടാ നമുക്ക്. ചങ്ങായിമാരെ നമ്മളിതാ കൊട്ടിയൂരെത്തിയട്ടാ. ആടുന്ന് 8 മണിക്ക് ഇറങ്ങിയതാ, 11:40. നല്ല ലേറ്റായി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കൊട്ടിയൂര് വരാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ തിരക്കുണ്ടായില്ല കേട്ടാ. മുടിഞ്ഞ ബ്ലോക്കും തിരക്കും. നമുക്ക് അമ്പലത്തിലേക്ക് പോവാം അല്ലേ?
വാ നേരെ വിടാം. എന്നാ ബ്ലോക്ക് ഉണ്ടോ? അങ്ങനെ പറയാം ബ്ലോക്കാട്ടോ. ഓടപ്പൂ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടോ? ഞാൻ ഓടപ്പൂ കേട്ടോ. അങ്ങനെ പറയാം. വ്യൂ ഉണ്ടോ? നല്ല തിരക്കാട്ടോ. അങ്ങനെ പറയാം. ഭൂലോക തിരക്ക്. അങ്ങനെ പറയാം. നമ്മളെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ കൊട്ടിയൂരൊക്കെ പോകാൻ കാണുന്ന കേട്ടോ. നല്ല തിരക്കാണ്. ഭൂലോക തിരക്ക്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാ. ഈ പുഴ കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ. എല്ലാവരും കിടക്കുന്നുണ്ടോ? നല്ല തിരക്കാണ്. നല്ല കാലാവസ്ഥയായിട്ട് കുഴപ്പമില്ലതാ. ആൾക്കാരെല്ലാം പുഴയ്ക്ക് കഴിഞ്ഞ് കുളിക്കുന്നുണ്ട്. ചങ്ങായിമാറ ഇതാണ് ബാവലി പുഴ കേട്ടാ. തേജനം ചെയ്യുന്നുണ്ട്. പുണ്യമായ പുഴയാന്നാ പറയുന്നത്. ഈ പുഴയിൽ കുളിച്ചിട്ട് വേണം ശരിക്കും കയറാൻ. പക്ഷെ കുളിക്കാൻ മാത്രമുള്ള വെള്ളമൊന്നുമില്ല. എല്ലാം ഐസ് പോലത്തെ വെള്ളം കേട്ടോ. സൂപ്പർ വെള്ളം. എല്ലാവരും വരുന്നുണ്ട്. ആൾക്കാർ വെള്ളത്തിൽ ചെയ്യാണ്ട് അതിലേയും കയറി നടന്നു പോകുന്നുണ്ട് കേട്ടോ. പേടിച്ചിട്ട് മേലെ കയറി. തമ്പരി നോക്കിയാ? തമ്പരി ഇങ്ങോക്കിയാ? ഇങ്ങോക്കിയാ? പേടിയുണ്ട് എനിക്കല്ലേ? അതിന്റെ നടുക്കിട്ട് നമ്മൾ നടന്നു പോകുന്ന കേട്ടാ. അങ്ങനെ പറയാം. വല്യേച്ചല്ലോ പേടിച്ച് മെല്ലെ വരുന്നു. പേടിയില്ലല്ലേ? നീന്താ അറിയാം വല്യേച്ചക്ക്? അറിയില്ല അല്ലേ? അമ്മക്ക് നീന്താ അറിയാം കേട്ടാ. ഞങ്ങൾ ആയിട്ടാ അമ്മ രക്ഷിക്കും. അമ്മക്ക് നീന്താ അറിയില്ലേ? അമ്മ ഭയങ്കരാണ് ആള്. എന്റെ ഭംഗിയെല്ലാം കണ്ടോ നോക്കിയാ? മലയും ആകാശവും വെള്ളമെല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോ ആ രസം. നമ്മളങ്ങനെ ഇങ്ങ് എത്തി കേട്ടോ. എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? 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 പുഴ കടന്നു വന്നാൽ നമ്മൾ കാണുന്ന സ്ഥലമാണ്. അത് തിരിച്ചു വരുമ്പോ കേറാ. ഇതിങ്ങല്ലേ പോണ്ടേ? ഓടേന്റെ കാട് മുത്തപ്പൻ്റെ അടുത്തേക്ക് വന്ന സ്ഥലം തോന്നുന്നു അല്ലേ? അങ്ങോട്ടേക്ക് ഒരു വഴി കാണുന്നു. നല്ല തിരക്കാട്ടാ. ഫോണ് ചങ്ങായി പറയാം. നമ്മള് തൊഴാനുള്ള ലൈനിൽ നിന്നിട്ടുള്ളു കേട്ടോ. ക്യൂവിങ് കാണിച്ചു തരാം. അങ്ങനെ സ്ഥലമുള്ളു. എപ്പാ കയറുന്നത് പഠിച്ചോന്നറിയാം. ബേക്കിലും ആൾക്കാർ വന്ന് നിൽക്കുന്നില്ല. വരുന്നുണ്ട് ആൾക്കാർ. അറിയില്ല നമ്മൾ
നാളെ തിരക്കുണ്ടാ എങ്ങനെ പറയാ? എന്ത് തിരക്കാ, കഴിഞ്ഞ തിരക്കാ. വൈകുന്നേരം ഇന്ന് രാത്രി ആയാലും എത്തൂല ലൈനിൽ നിന്നാല്. തമ്പരോ തമ്പരോ നോക്കാം. ദർശനം കഴിഞ്ഞേട്ടാ, നല്ല മഴയും.
ചങ്ങായിമാരെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ടോ. അതാണ് ഭക്ഷണശാല. വലിയ ചീൻ്റെ എടുക്കുന്നു. ഭൂലോക മഴ ഇന്ന് പെടുന്നോ ഒന്ന് പോന്നവർക്ക്. ചേച്ചി എന്തുണ്ട് വന്നിട്ട്? അടിപൊളിയാണ്. ഇതാണ് ഭക്ഷണശാല കേട്ടോ. എങ്ങനെ പറയാം, ഭക്ഷണത്തിന് മഴയും കൊണ്ടിട്ട് ക്യൂ നിൽക്കുന്നുണ്ടോ ഭക്തജനങ്ങൾ. ഈ ക്യൂ പിന്നെ പ്രദർശനത്തിന് പോകുന്നേട്ടാ, ഭഗവാനെ കാണാൻ വേണ്ടി. നല്ല മഴ, കിടുക്കം മഴയും പെയ്യുന്നുണ്ട്. ചങ്ങായിമാരെ ഭൂലോക മഴ ഓക്കെയാ. എല്ലാവരും നനഞ്ഞു കുളിച്ച് അലാക്കായതാ. ചങ്ങായിമാരെ നല്ല കിടിലം മഴയ്ക്ക് ശേഷം നമ്മൾ പുറത്തിറങ്ങി. വേറെ രക്ഷയില്ല. മഴ തീർന്നി നോക്കിയെന്നാ പിന്നെ പോക്കുണ്ടാവില്ല. അല്ലാതെ ഇറങ്ങി. രണ്ടാ മഴയത്തെ ആൾക്കാർ ദർശനം വെക്കുന്നു. എന്ത് മഴയായാലും ഇവിടെ ആൾക്കാർ മഴേനെ വകവെക്കാണ്ട് ദർശനം ചെയ്യുന്നുണ്ടോ. നല്ല കിടിലം മഴയാണ് പെയ്തേട്ടോ. ചില്ലറ മഴയൊന്നല്ല ഇപ്പം പെയ്തത്. അവിടെ കോട ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഭൂലോക മഴയത്തും ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഐഡിയ പരമായിട്ട് വടക്ക് ചെരുപ്പോട്ട് വന്നുണ്ട്. എൻ്റെ ചെരുപ്പ് ആരും എടുക്കാണ്ട് സുരക്ഷിതമായ തീടിയുണ്ട്. അടിപൊളി മഴ. അമ്മ മഴയുണ്ടോ? കൊറേ ആൾക്കാർ കൊടയെല്ലാം എടുക്കാണ്ട്. നിങ്ങൾ എവിടുന്നായിരുന്നു? നാളെ വരാം. ഇവിടെ മുത്തപ്പന്റെ എന്താ വരും കേട്ടോ. എങ്ങനെ പറയാ, കയറിയിട്ട് വരാലോ. ഇവിടെ വന്ന സ്ഥിതിക്ക് മുത്തപ്പനെ ഒന്ന് കാണണ്ടേ. ചങ്ങായിമാറ എങ്ങനെയാണുള്ളത് മടങ്ങി കേട്ടോ. മുത്തപ്പൻ്റെ അടുക്കും കയറി മടങ്ങി. അടിപൊളി മഴ. കുറെ ആള് മഴ കൊണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെയാ പോണ്ടേന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും മഴ കൊണ്ട് പോകാൻ നമ്മള് നിന്നിട്ടില്ല. അഥവാ പനി പിടിക്കും. സംഘാടകർ ഇതിലോട്ട് കടത്തി വിടുന്നില്ല കേട്ടോ. പാലം പൊട്ടുന്ന് മേടിച്ചിട്ട് താൽക്കാലികമായിട്ട് ആക്കിയല്ലോ. എന്താ വെള്ളം കലങ്ങി വരുന്നുണ്ടോ? എങ്ങനെയാ എല്ലാവരും ആ പാലത്തുമ്പിലോട്ട് ഇപ്പം കടത്തി വിടുന്നു. അമ്മയെല്ലാം അപ്പുറത്തോട്ടാ പാലം കടന്നിട്ട് വന്നതാ. ഇന്ന് ആരോ ആൾ കടലൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നമുക്ക് എങ്ങനെ പറയാം. നല്ല ചൂട് കടലക്ക. കച്ചവടക്കാരിലുള്ള മഴയായിട്ട് കച്ചവടം പോയി കേട്ടോ ഇന്നത്തെ അവരെ. പാനിപ്പൂരി ഇതാ അത്യാവശ്യം ഐഡിയപരമായിട്ട് കോട്ടെല്ലാം എടുത്തിട്ടിട്ട് വരുന്നുണ്ട്. നമുക്കൊന്നും കോട്ടില്ല, ഇവര് മാത്രം കോട്ട് വിട്ടിട്ട് അല്ലേ. പറ്റിക്കില്ല തമ്പുരോ. തലയെ കോട്ട്, തമ്പുരിന്റെ തലയിൽ മാത്രം കോട്ട്. തമ്പുര് കാണിച്ചാ തലയിലെ കോട്ട്. തമ്പുരിന്റെ തലയിലെ കോട്ട് കാണിച്ചാ. അടിപൊളി.
ചങ്ങായിമാരെ ഇനി ഇക്കരക്കൊട്ടിയൂർ പോകണം കേട്ടോ. ഇക്കരക്കൊട്ടിയൂരേക്ക് നടന്നു പോക്കാം നമ്മള്. മാരി മഴ തന്നെ, മാരി മഴ. അക്കരക്കൊട്ടിയൂർന്ന് ഇറങ്ങി ഇക്കരക്കൊട്ടിയൂരിലേക്ക് നടക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്, മഴയായാലും തിരക്കിനൊരു കുറവില്ല കേട്ടോ. നേരത്തെ ആദ്യമേ തീരുമാനിച്ചു വെച്ചായിരിക്കുമല്ലോ ആൾക്കാർ. നിരന്ന് നിൽക്കുന്ന ഓടപ്പൂ തിരിച്ചു വരും, വന്നിട്ട് വേണം മേടിക്കാൻ. കച്ചവടക്കാർക്കെല്ലാം അടിയാണ് കേട്ടോ ഇന്നത്തെ. ഇന്നത്തെ കച്ചവടം കുറയും, മഴ ഇങ്ങനെ ഉണ്ടായോണ്ട്. അങ്ങനെ ഇക്കരക്കൊട്ടിയൂർ എത്താനായി കേട്ടോ. എങ്ങനെ പറയാം, ഇക്കരക്കൊട്ടിയൂർ അമ്പലത്തിൻ്റെ എന്താ പറയുക പ്രദക്ഷിണം ഗേറ്റിൻ്റെ അടുത്തുള്ള നമ്മൾ. ചങ്ങായിമാർ ഇവിടുന്ന് ചുക്ക് കാപ്പി കൊടുക്കുന്നതെന്ന് നല്ല സംശയമുണ്ട് കേട്ടോ. നല്ല ചുക്ക് കാപ്പീൻ്റെ മണം വരുന്നുണ്ട്. മഴയും ചുക്ക് കാപ്പിയും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. മഴയായതുകൊണ്ട് കുറേ ആൾ കയറുന്നതും കുറേ ആൾ പ്രസാദം മേടിക്കാൻ വേണ്ടി വന്നതും കേട്ടോ. ഭൂലോക തിരക്കി. അങ്ങനെ പറയാം, ഇതാണ് ആയില്യാർക്കാവ് കേട്ടോ. കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരിതാണ്. അകത്തേക്ക് പ്രവേശനമില്ല അതിൻ്റെ. നല്ല തിരക്കാണ്ടോ, നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പറയാം, നമ്മൾ ഓടപ്പൂ ആക്കുന്ന സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. ഇവിടെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. എന്നാ പേര് നിങ്ങളെ? എൻ്റെ പേര് അഭിലാഷ്. അഭിലാഷാ? എവിടെയാ സ്ഥലം? എവിടെയാ? ഞാനിവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാ? എന്നിട്ട് കച്ചവടമല്ലോ? കച്ചവടം കുഴപ്പമില്ല. മഴയായിട്ട് കുറച്ച് കുറവുണ്ടാവും അല്ലേ? മഴയാണെങ്കിൽ എന്തായാലും ഓടപ്പൂ മേടിക്കാൻ എടുക്കില്ലല്ലോ അല്ലേ? ഉണപ്പ് എല്ലാവരും തന്നെ മേടിക്കും. അതെ, നമുക്ക് നിങ്ങൾ ഓടപ്പൂ ആക്കുന്നത് കാണാലോ. ബാക്കി അവരാക്കും അല്ലേ? ഇത് എവിടെ അപ്പൊ നിങ്ങൾക്ക് തച്ചിട്ടെല്ലാം കിട്ടുക? ഓരോരോ വീടുകളിൽ നിന്ന്. ആ, തച്ചിട്ട്. ഇത് ഓട തന്നെയല്ലേ? ശരിക്കും ഓട തന്നെയല്ലേ? ഓട തന്നെ അല്ലേ? ചെറിയ ഓട. ആ, ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കും. അവിടുന്ന് ഒരു പീസാക്കിയിട്ട് തോലി എത്തിക്കളഞ്ഞ് ചതച്ച് കല്ലുകൊണ്ട് ഇടിച്ച് ചതച്ച് കുത്തനെ നിർത്തി ചതയ്ക്കണം. നിർത്തി ഇടിച്ചതയ്ക്കണം. എന്നിട്ട് ചതച്ച് വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് ഒരു ദിവസം വെള്ളത്തിലിട്ട് കറ കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ ചീകിയെടുക്കുന്നത്. അതെ, ഓക്കെ. അതിന് അപ്പുറത്ത് നോക്കട്ടെ. ഇപ്പുറത്ത് ഓറ് ചീക എടുത്തതിന് ശേഷം ഇപ്പുറം കൊണ്ടുവന്നിട്ടാണ് പോലെ ആക്കട്ടെ, കെട്ടിയിട്ട് മറച്ചിട്ട്. നിങ്ങളെ പേരുന്നോ? വിഷ്ണു. വിഷ്ണു? വിഷ്ണു ജിഷ്ണു അല്ലേ? സിനിമാറിന്റെ പേരാണല്ലോ. എങ്ങനെയുണ്ടാവും തച്ചിക്കാം ചീകിക്കഴിഞ്ഞാൽ?
ഇങ്ങനെയുണ്ടാവും കേട്ടോ ക്യാമറ ആക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. അവിടെ പോ ആക്കി തൂക്കിയിട്ടാണ് ക്യാമറ. ഫുള്ള് അവിടെ പോവാ. ചങ്ങായിമാരെ ഇക്കരെ കൊട്ടിയിരുന്ന് ഇറങ്ങി ഓടപ്പോലെല്ലാം മേടിച്ച് നമ്മളിതാ മടങ്ങാൻ പോക്കട്ടെ വണ്ടിയിലേക്ക്. മഴക്ക് ഒരു കുറവില്ല, കുറച്ച് സമയം കുറഞ്ഞു, പിന്നെയും 10 മഴ. ആ ചങ്ങായിമാരെ ഇവനറിയാം നിങ്ങൾക്ക്, അവൻ ഭയങ്കര സ്റ്റാറാണ്. നമ്മളെ സുമോന്റെ ഒപ്പം ഡാൻസ് കളിച്ചിട്ടില്ലേ? എന്റെ പേര് പറ, വേഗം പറ. നീ പറഞ്ഞോ? പറ നീ അറിയില്ല, പറഞ്ഞില്ല. ഇന്ന വേറെ ഇതിട്ടിട്ട് ഞാൻ വൈറലാക്കും. പറ. ഇവരെ അറിയാം, ഇവരെല്ലാം മുണ്ടേരിക്കാറാട്ടാ. മുഖം കാണിച്ചിട്ടില്ലേ ഞാൻ ഇതാ മോശമാക്കുവേ, വേഗം നോക്കിക്കോ. എന്നോടാണ് മാളോട്. നിങ്ങളെങ്ങനെ വന്നിന് എല്ലാരും? ട്രാവലറിലാ? ഓ നമ്മള് പോട്ടെ, നമ്മളെ വണ്ടി നമ്മളെന്നെ ഓടിച്ചിട്ട് പോണം. ചെടി വേണം അമ്മേ? അടിപൊളി ചെടികളുണ്ട് കേട്ടോ. ഡാലിയ ഇതൊക്കെ ഹൈറേഞ്ച്. ചങ്ങായിമാരെ അങ്ങനെ നമ്മള് എങ്ങനെയല്ലോ വണ്ടിയിലെത്തിയട്ടാ. തമ്പുരെല്ലാം കോട്ട് വിട്ടിട്ട് രക്ഷപ്പെട്ടിട്ടാ അല്ലേ അമ്പരം? അല്ലേ വല്യേച്ചി എടുത്തു, വല്യേച്ചിന് കാണാം. ആ വല്യേച്ചി കളി ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നമുക്ക് പോവാം. മൊത്തം കൊളാക്കി. നമ്മൾ വിചാരിച്ച ഒന്നും നടന്നിട്ടില്ല. ഇക്കരെ കൊട്ടിയൂരിന്റെ ഉള്ളിൽ അവിടെ കയറിയിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു. ഒരു വസ്തു നടന്നില്ല. തിരക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിരക്കാ എങ്ങനെ പറയാം. അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. നമ്മൾ ഇവിടുന്ന് വിടാൻ പോക്കാട്ടോ. ചങ്ങായിമാരെ മഴ എന്ന് പറഞ്ഞാൽ കട്ട മഴ. ഇതാ വണ്ടി കയറി ഇരിക്കലും മഴയോട് മഴ. നോക്കിയാ അമ്മ തൊണ്ടക്കോയില വരുന്നുണ്ട്, തൊണ്ടക്കോയില വരുന്നുണ്ട് കേട്ടാ. തമ്പുരുല അടിച്ച് മാട്ടുന്നുണ്ടോ? നോക്കിയാ നല്ല അടി. തേജ് വേറെ തമ്പുരു അല്ല ചങ്ങായിമാരെ കട്ട മഴ. ഇങ്ങനെ മീശയിലും വിരിച്ച് തൊണ്ടക്കോയില തിന്നും വന്നാ ടേസ്റ്റ് അറിയാം. തമ്പുരുന്റെ തൊണ്ടക്കോയില തിന്നൂല ആയിട്ട് മേടിച്ചു. തമ്പുരു എന്നാ ഒരു വർഷം ഞാനും ഒരു വർഷം തമ്പുരു. ചങ്ങായിമാരെ നല്ല മഴയാ, കട്ട മഴ. ഒന്നും പറയണ്ട. ബ്ലോക്ക് തന്നെ ഭൂലോക ബ്ലോക്ക്. നമ്മൾ ദുബായിലോട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഇത്ര ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. അമ്മാതിരി ബ്ലോക്കാ. ചങ്ങായിമാരെ അങ്ങനെ വീട്ടിലെത്തി. ആദ്യമായിട്ട് ഇങ്ങനെ കൊട്ടിയൂർ പോയിട്ടൊരു അനുഭവം കേട്ടോ. അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് പോയിട്ട് വരുന്നതാണ്. തിരക്ക് ആകെ തിരക്കും, വണ്ടിക്കും തിരക്ക്, ആക്കും തിരക്ക്,
പോരാതിന് മഴയും ആകെ കൊളായി പോയി ശരിക്കും. അവിടെ മൊത്തം കൊളാന്ന്. ആൾക്കാർ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോണ്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. അവരെല്ലാം എപ്പോ വരുമെന്ന് പഠിച്ചോണ്ടറിയാം. നമ്മക്കതാ അറിയാം ഇന്നത്തെ ഒന്നും പറയാനില്ല എന്നാ പറയേണ്ടത്. കഷ്ടപ്പാട് എന്ന് പറഞ്ഞാലും പോരാ, മഴയോ ഉരുസലും ഉന്തലും തിരക്കും എപ്പം പോയിട്ട് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. തമ്പുരുമോളോട് ചോദിക്കാം നമുക്ക്. തമ്പുരുമോളെ പോയിട്ട് എപ്പം എങ്ങനെ ഉണ്ടേനോ? ബ്ലോക്കും മഴയും വെള്ളവും തിരക്കും. എന്നാ ഒരു പാട്ട് പാടുന്ന നീ? ഇല്ല. തേജസ്സിനോട് ചോദിക്കാം. എന്തുണ്ട് കൊട്ടിയൂർ യാത്രയല്ലോ? നടന്നു പിടിഞ്ഞു നിനക്ക് എന്താ പറയാ? നടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും എല്ലാം പിടിഞ്ഞു ഇന്നത്തെ പോയി പോവാൻ പറയില്ല. അടിപൊളി. നമ്മള് ചങ്ങായിമാരെ വരുന്ന കാര്യത്തിന് ഉരുളി നിലക്കെല്ലാം പോണെന്നുള്ള മറ്റു പോയതാ. സമയത്തിനായി 8:30 മണിയായി കേട്ടോ. 8:30 മണി രാത്രി. നേരത്തോടെ നേരെ എത്തി. 8 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതാണ്. അതാണ് അവസ്ഥ. അതിന്റെ ഭക്ഷണം ആക്കണം അല്ലേ? വേറെ ഒന്നും പറയാനില്ലല്ലോ. തമ്പുരനെ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും എല്ലാം ചെയ്യുന്നതാണ്. അപ്പൊ ചങ്ങായിമാരെ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോയുടെ അവസാനിക്കലാണ്. വീണ്ടും അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജിൻ തമ്പരു. അടി. എന്നാ ഓക്കെ.